എല്ലാവർക്കും നമസ്കാരം. ഞാനിത് പുതിയ ഒരു ചാനലാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ വ്യൂവേഴ്സൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ചാനൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വർക്ക് ഫ്രം ഹോം ജോബ്സ്, അതായത് ഓൺലൈനായിട്ടുള്ള വർക്ക് ഫ്രം ഹോം ജോബ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിവ് പകരാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ നല്ല ക്രിപ്റ്റോ കറൻസി മൈനിങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ക്രിപ്റ്റോ കറൻസി മൈനിങ്ങിൽ നല്ല പ്ലാറ്റ്ഫോംസ് എന്ന് പറയുകയാണെങ്കിൽ കുറവാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് നല്ലതെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ വർക്ക് ഫ്രം ഹോം ജോബ്സിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓരോ വീഡിയോയിലും പുതിയ നല്ല വർക്ക് ഫ്രം ഹോം ജോബ് ഓപ്പർച്യൂണിറ്റി, ഓൺലൈൻ വെബ്സൈറ്റ്, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വെബ്സൈറ്റുകൾ, ഇതിനെ പറ്റിയൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ പൈക്കോയിനെ പറ്റി പറയാം. പൈക്കോയിനാണ് ഒരു ക്രിപ്റ്റോ കറൻസി. 2-3 ദിവസം മുമ്പ് ലിസ്റ്റ് ആയിട്ടുള്ളൂ. ഇപ്പോൾ ലിസ്റ്റ് ചെയ്തപ്പോൾ $3 വില ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഇടിഞ്ഞിട്ട് ഇപ്പോൾ 1.5 അടുത്തെത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പൈക്കോയിൻ തട്ടിപ്പാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പൈ നെറ്റ്വർക്ക് ഒരിക്കലും ലിസ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അത് ലിസ്റ്റായി. ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഇത് ആദ്യം തുടങ്ങി. പക്ഷേ പിന്നീട് ഞാനത് ഉപേക്ഷിക്കുകയുണ്ടായി, തട്ടിപ്പാണെന്ന് വെച്ചിട്ട്. പക്ഷേ അത് ഇപ്പോൾ ലിസ്റ്റായപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമായി തോന്നി. കാരണം 7 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ ഈ ആപ്പ് ഉണ്ടായിരുന്നു. അന്നേ ഞാൻ ചെയ്തെങ്കിൽ ഇപ്പോൾ എനിക്ക് നല്ല ഒരുവിധം പൈസ കിട്ടിയേനെ. ഇപ്പോൾ ഞാൻ വീണ്ടും ആ ആപ്പ് ലിസ്റ്റ് ആവണമെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും എടുത്ത് പാസ്വേഡൊക്കെ ഉപയോഗിച്ച് തുറന്നപ്പോൾ ഇത്ര കോയിൻ ഉണ്ടായിരുന്നു. ഇത്രയും കോയിനുകൾ എനിക്ക് വാലറ്റിലേക്ക് മാറ്റാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ മൈനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് $1 നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടും. $1.5 വിലയുണ്ട് ഇപ്പോൾ. ഇത് ആപ്പ് എല്ലാവരും ഉപയോഗിക്കാം. പിന്നെ ഇതിൽ പല ഓപ്ഷനുണ്ട് പൈക്കോയിൻ ഏൺ ചെയ്യാൻ. ഇപ്പോൾ ഇതിൽ പൈ ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അത് ഈ സൈഡിൽ പോയിട്ട് വേണമെങ്കിൽ പൈ ബ്രൗസർ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിൽ നമുക്ക് വാലറ്റ് ഉണ്ട്. ഇതിൽ വാലറ്റിലാണ് അത് ഫ്രേസ് വെച്ചിട്ട് തുറക്കാം. പിന്നെ നമുക്ക് KYC എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ KYC ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈക്കോയിൻ ഏൺ ചെയ്യാം. അതുപോലെ പല ഓപ്ഷനുകളുണ്ട്. ബ്രെയിൻ സ്റ്റോം ഡെവലപ്പ് ഇതുവഴിയൊക്കെ പൈക്കോയിൻ ഏൺ ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പൈക്കോയിൻ ഇപ്പോൾ ലിസ്റ്റായിരുന്നു പറഞ്ഞു. അതിൻ്റെ പിന്നാലെ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മിറ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്. ഈ മിറ നെറ്റ്വർക്ക് നിങ്ങളിൽ അത് ഒരു മൈനിങ് തന്നെയാണ്. അതിൽ മിറ നെറ്റ്വർക്ക് നിങ്ങളിൽ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഓപ്ഷൻ പറഞ്ഞു തരാം. അത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് മിറ നെറ്റ്വർക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൽ ആഡുകൾ കണ്ടിട്ടും നമുക്ക് മൈനിങ് നടത്താനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മിറ നെറ്റ്വർക്കും ഡൗൺലോഡ് ചെയ്തിട്ട് ക്രിപ്റ്റോ കറൻസി മൈനിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ലിസ്റ്റ് ആവുന്ന വരെ നിങ്ങൾ അത് മൈനിങ് ചെയ്യുക. ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ കൺവേർഷണൽ റേറ്റ് ചിലപ്പോൾ ഹൈ ഒക്കെ ആണെങ്കിൽ ലിസ്റ്റ് ആവുന്ന സമയത്ത് പലതും പല രീതിയിലാണ് കൺവേർഷൻ റേറ്റ് ഉണ്ടാവുക. അപ്പോൾ ലോഞ്ച് ആകുമ്പോൾ ചിലരൊക്കെ മില്യനേഴ്സൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വെറുതെ കിട്ടുന്ന പൈസയല്ലേ, വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു പാസീവ് ഇൻകമായി കണക്കാക്കി മൈനിങ് ചെയ്യാം. പിന്നെ തട്ടിപ്പുകളും ഉണ്ടായിരിക്കും ചിലതിൽ. അത് ശ്രദ്ധിച്ച് വേണം തുടങ്ങാനായിട്ട്. പിന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ലോഗിനായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ OTPകൾ, ഇതൊന്നും എവിടെയും ഷെയർ ചെയ്യാതിരിക്കുക. ചില ആപ്പുകൾ തുറക്കാനായിട്ട് OTP വേണ്ടി വരും. അതല്ല പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് വരുന്ന OTP എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ വരുന്ന നമ്മുടെ പൈസ പോകാനുള്ള OTPകൾ കറക്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ പൈസ പോകാനുള്ള രീതിയിലുള്ള ഇതൊന്നും എല്ലാവരും വഞ്ചിതരാവാതെ നോക്കുക. അങ്ങനെയുള്ളതൊന്നും തുറക്കാതെയും ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഞാൻ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും വർക്ക് ഫ്രം ഹോമോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിപ്റ്റോ കറൻസി ആപ്പ് പുതിയതുണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.